നമസ്കാരം, ഏവർക്കും ഞങ്ങളുടെ ഇംഗ്ലീഷ് സ്പിയറിൻ്റെ ടാറ്റു ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇതുവരെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കുകയും ചെയ്യും. കൂടുതലായിട്ട് നിങ്ങൾക്ക് ടാറ്റുവിലേക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ലേണിംഗ് ക്ലാസ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ടാറ്റു ടേബിൾ സെറ്റിങ്ങിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും, അതായത് ടാറ്റു ചെയ്യുന്ന ഒരാൾക്കും ടാറ്റു ചെയ്യാത്ത ഒരാൾക്കും ഈ സ്റ്റെൻസിൽ എങ്ങനെയാണ് ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളത് പ്രോപ്പറായിട്ട് അറിയില്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് ഇപ്രാവശ്യത്തെ നമ്മുടെ ഒരു വീഡിയോ ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ടാറ്റു സ്റ്റെൻസിൽ ആദ്യം വരയ്ക്കുക, അല്ലെങ്കിൽ അത് ബോഡിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതിന് ഒരു കാര്യം ഞാൻ പറഞ്ഞു. അതായത് ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത് ഓൾറെഡി സ്പിരിറ്റ് എന്ന കമ്പനിയുടെ ഒരു തെർമൽ പേപ്പറാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. സാധാരണ ഇതിൽ തെർമൽ പേപ്പർ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടാറ്റു കോപ്പിയർ അല്ലെങ്കിൽ ടാറ്റു പ്രിന്ററിൽ വെച്ചിട്ടാണ് ഈ തെർമൽ ടാറ്റു സ്റ്റെൻസിൽ യൂസ് ചെയ്യുക. പക്ഷെ അത് നമുക്ക് മാനുവലായിട്ട് പെൻസിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഹാൻഡ് മെയ്ഡ് അല്ലെങ്കിൽ ഫ്രീ ഹാൻഡ് ആയിട്ട് നമുക്ക് ടാറ്റു ചെയ്യാൻ പറ്റും. ഞാനൊരു ഉദാഹരണം കാണിക്കാം. ഇതാണ് ടാറ്റുവിൻ്റെ സ്പിരിറ്റ് സ്റ്റെൻസിൽ പേപ്പർ. ഇതിനകത്ത് ഒരു കാർബൺ പോലത്തെ ഒരു പോർഷൻ ഉണ്ടാവും. കാർബൺ പോലത്തെ ഒരു പോർഷൻ ഉണ്ടാവും. ഈ പോർഷനകത്ത് നമ്മൾ എന്താണോ ടാറ്റു ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പ്രിന്റ് ഔട്ട് വെച്ചിട്ട് അതിന് മുകളിലൂടെ വരയ്ക്കും. ഇൻ കേസ് ഈ ബെൻഡ് ആവുന്ന പോർഷൻസ്, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡിയുടെ ഈ പാർട്ട് അല്ലെങ്കിൽ ഒരു ഫുൾ സ്ലീവ് ടാറ്റൂസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ട്, ഇപ്പോൾ ഇതൊരു ടാറ്റൂവിൻ്റെ സ്റ്റെൻസിലാണെങ്കിൽ ഇതിന് അടിയിൽ വെച്ചിട്ട് പതുക്കെ നമ്മളൊരു മാസ്കിൻ ടേപ്പ് പൊട്ടിച്ചിട്ട് ഇത് ആ കാർബൺ പേപ്പറിൽ വെച്ച് വരയ്ക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റെൻസിൽ നഷ്ടമാകാത്ത രീതിയിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റെൻസിൽ അങ്ങനെ ഉപയോഗിക്കാം. കോപ്പിയർ വെച്ചിട്ട് ഉപയോഗിക്കാം. കോപ്പിയർ ഭയങ്കര കോസ്റ്റ്ലി ആണ്. എനിക്ക് തോന്നുന്നത് ഒരു 12,000 ഒക്കെ തൊട്ട് കോപ്പിയർ സ്റ്റാർട്ടിങ് ആണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ ഉപയോഗിക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഈ സ്റ്റെൻസിൽ ചെയ്യുക, അത് ബോർഡിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു. അപ്പോൾ നമുക്ക് നമ്മുടെ ടാറ്റുവിൻ്റെ സ്റ്റെൻസിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ടാറ്റുവിൻ്റെ സ്റ്റെൻസിൽ പതിപ്പിക്കുമ്പോൾ ഇപ്പോൾ ഇത്തിരി വൈഡ് ആയിട്ടുള്ള ടാറ്റു ആണെങ്കിൽ സ്റ്റെൻസിലിൻ്റെ അടിയിലായിട്ട് ഇതേപോലെ ബട്ടർ പേപ്പർ വെച്ച് മാസ്കിൻ ടേപ്പ് ഒട്ടിക്കുക. അപ്പോൾ മാസ്കിൻ ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേപോലെ അടിയിലായിട്ടാണ് മാസ്കിൻ ടേപ്പ് വെക്കേണ്ടത്. അവിടെ അടിയിലായിട്ട് ഇതേപോലെ മാസ്കിൻ ടേപ്പ് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ടാറ്റു മുകളിലും താഴെ ബട്ടർ പേപ്പർ എന്നുള്ള രീതിയിൽ നമുക്കിത് സ്റ്റെൻസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. പക്ഷേ ഇതൊരു ചെറിയ ടാറ്റു ആയതുകൊണ്ട് നമുക്ക് ഈ ബട്ടർ പേപ്പറിൻ്റെ ആവശ്യമില്ല. ചെറിയ ടാറ്റു ആകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആ പിക്കിൻ്റെ മുകളിലൂടെ വരച്ചാലും മതി. ഇപ്പോൾ എങ്ങനെയൊക്കെ വരയ്ക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇതേപോലെ സ്റ്റെൻസിൽ പേപ്പർ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ടാറ്റു ഇങ്ങനെ വയ്ക്കുക. വെച്ചതിന് ശേഷം ഒരു പെന്നോ പെൻസിലോ ഉപയോഗിച്ചിട്ട് അത്യാവശ്യം ചെറിയ പ്രസ്സിങ് കൊടുത്ത് വരയ്ക്കുക. അപ്പോഴാണ് നല്ല രീതിയിൽ സ്റ്റെൻസിൽ അടിയിൽ പതിയുള്ളൂ. ഇങ്ങനെ സ്റ്റെൻസിൽ വരച്ച് എല്ലാ പോർഷനിലും നമുക്ക് ആവശ്യമായ എല്ലാ ലൈൻസും എവിടെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം നല്ല രീതിയിൽ വരയ്ക്കണം. ഷെയ്ഡിങ്സ് ഉണ്ടെങ്കിൽ ആ ഷെയ്ഡിങ് ചെയ്യുന്ന പോർഷനിൽ ഡോട്ട് മാർക്ക് ഇട്ടിട്ട് നമുക്ക് ഓൾറെഡി അത് മാർക്ക് ചെയ്ത് വെക്കാം. കാരണം എവിടം വരെയുണ്ട് നമ്മുടെ ഷെയ്ഡിങ് വന്ന് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതും കൂടി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് വേറെ കൺഫ്യൂഷൻസ് ഇല്ലാതെ നല്ല രീതിയിൽ ടാറ്റു വരയ്ക്കാൻ സാധിക്കും. ഇപ്പോൾ ഏകദേശം നമ്മുടെ സ്റ്റെൻസിൽ എല്ലാം തന്നെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റെൻസിൽ ഓൾറെഡി ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഓൾറെഡി സ്റ്റെൻസിലിൻ്റെ കാർബൺ പതിഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ പതിഞ്ഞിട്ടുള്ള കാർബൺ ആണ് നമ്മുടെ ബോഡിയിൽ കിട്ടുന്നത്. അത് എങ്ങനെയാണ് ഈ ബോഡിയിൽ അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്റ്റെൻസിൽ പതിപ്പിക്കുക എന്നുള്ളതിന് സ്റ്റെൻസിൽ ആദ്യം നമ്മൾ വരച്ച് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റെൻസിൽ പതിക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരുടെ ബോഡിയിലും നിറയെ ഹെയർ ഉണ്ടാവും. ആ ഹെയർ ആദ്യം തന്നെ റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ ട്രിമ്മർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് റേസർ ഉപയോഗിക്കാം. എന്തായാലും നല്ല രീതിയിൽ രോമം എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം സ്റ്റെൻസിൽ സ്റ്റഫായിട്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്റ്റഫറായിട്ട് വരുന്ന ഒരു ക്രീമുണ്ട്. ഇത് യൂസ് ചെയ്യാം. ഇത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. അത് കൂടാതെ നമുക്ക് ഇപ്പം മാർക്കറ്റിൽ മെഡിക്കൽ സ്റ്റോറിലൊക്കെ ലഭിക്കുന്ന ഒരു ക്രീമാണ് ലോക്സ് 2% എന്ന് പറഞ്ഞൊരു ക്രീം വരുന്നുണ്ട്. ഇതെനിക്ക് തോന്നുന്നു വില വെച്ച് നോക്കുമ്പോൾ ഒരു 30 rupeesലൊക്കെ നിങ്ങൾക്ക് ഇത് കിട്ടും. ഈ ക്രീം മേടിച്ചിട്ട് ആണ് നമ്മൾ ബോഡിയിൽ അപ്ലൈ ചെയ്യുക. അതായത് ആദ്യം തന്നെ ഈ ഹെയറൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഇത് വളരെ ചെറിയ ക്വാണ്ടിറ്റി എടുത്തിട്ട് സ്കിന്നിൽ അപ്ലൈ ചെയ്യണം. എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഹെയർ റിമൂവ് ചെയ്യാനാണ്. ഇപ്പോൾ ഞാൻ ട്രിമ്മർ ഉപയോഗിച്ചിട്ടാണ് ഹെയർ റിമൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഹെയർ റിമൂവ് ചെയ്യാനാണ്. ഹെയർ റിമൂവ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് നമ്മളൊരു ആൽക്കഹോൾ സോപ്പ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യും. നല്ലപോലെ ക്ലീൻ ചെയ്ത് അതിനുശേഷം അതൊന്ന് ഡ്രൈ ആയതിനു ശേഷം ഈ സ്റ്റെൻസിലിൻ്റെ ഇത് സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ലോക്സ് ക്രീം അപ്ലൈ ചെയ്തു. ലൈറ്റായിട്ട് അപ്ലൈ ചെയ്താൽ മതി. ഒരു ചെറിയ ക്വാണ്ടിറ്റി എടുത്തിട്ട് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റെൻസിൽ ചെയ്ത പേപ്പർ കറക്റ്റ് ലെവലിൽ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ള ഷേപ്പ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് വെച്ചിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്യും. വെച്ച് കറക്റ്റ് ലെവലിൽ വെച്ച് അപ്ലൈ ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ നല്ലപോലെ സ്റ്റെൻസിൽ പതിയും. എന്നിട്ട് ഏതെങ്കിലും ഒരു കോർണറിൽ നിന്ന് പതുക്കെ റിമൂവ് ചെയ്യുക. ഏതെങ്കിലും ഒരു കോർണറിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതാണ് വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. ഇതേപോലെയാണ് സ്റ്റെൻസിൽ അപ്ലൈ ചെയ്ത് നമ്മുടെ ബോഡിയിൽ ഇരിക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന സ്റ്റെൻസിലെല്ലാം തന്നെ നഷ്ടമാവും. ഇത്രയാണ് നമ്മുടെ സ്റ്റെൻസിലിൻ്റെ ഒരു വീഡിയോ. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഞങ്ങളുടെ കോൺടാക്ട് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി വരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാവും. ഈ ടാപ്പ് ഇൻഡസ്ട്രി ഒരുപാട് വലിയ രീതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഇരിക്കും ഞങ്ങളുടെ അടുത്തടുത്ത വീഡിയോസ് വരുന്നത്. നിങ്ങളെല്ലാവരും അപ്പോൾ നല്ല രീതിയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.